ഇസ്രായേൽ ലബനോൺ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തുടക്കമായി. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ വ്യാഴാഴ്ച ജനീവയിലോ പാകിസ്ഥാനിലോ തുടർ ചർച്ചകൾ നടന്നേക്കും. അതിനിടെ ഹോർമുസ് ഉപരോധം പൂർണ്ണമാണെന്നും ഒരു കപ്പൽ പോലും ഹോർമുസ് കടന്നില്ല എന്നും അവകാശപ്പെട്ട ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മെറിൻ, ഏറ്റവും പ്രധാനം ഇസ്രായേൽ ലബനോൺ വെടിനിർത്തൽ ചർച്ചകൾ തന്നെയാണ്. ചർച്ച ഏത് രീതിയിൽ പുരോഗമിക്കുകയാണ്? ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകുമെന്ന് കരുതാമോ? അമൃത, ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ചർച്ചകളാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും അതുപോലെ തന്നെ ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 1993 ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെടിനിർത്തലിന്റെ ഭാഗമായി ലബനൻ ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമാകില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഈ ചർച്ചകൾ നടക്കുന്നത്. പ്രധാനമായും ചരിത്രപരമായ ഒരു നിമിഷം എന്ന് തന്നെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ ചർച്ചയെ വിശേഷിപ്പിച്ചത്. ലബനന്റെ യാതനകൾക്ക് അറുതിയാകട്ടെ എന്ന് തന്നെയാണ് ലബനീസ് പ്രസിഡന്റ് ഈ ചർച്ചയെക്കുറിച്ച് പ്രതികരിച്ചത്. പ്രധാനമായും ലബനന്റെ ആവശ്യമെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആക്രമണം അവസാനിക്കണം, അതുപോലെ തന്നെ തെക്കൻ ലബനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നുമാണ് ലബനൻ ഉന്നയിക്കുന്ന ആവശ്യം. ഈ കാര്യങ്ങളാണ് ഈ ചർച്ചകളിൽ പ്രധാനമായും ഉന്നയിക്കപ്പെടുക. അതുകൂടാതെ തന്നെ പ്രധാനമായും ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഹോർമുസിൽ അമേരിക്കയുടെ ഉപരോധം പൂർണ്ണമെന്ന് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിനിടെ ഒരു കപ്പൽ പോലും ഹോർമുസ് കടന്നിട്ടില്ല എന്നും US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നു. മാത്രമല്ല 10,000-കണക്കിന് സൈനികരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകളെല്ലാം വിന്യസിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ചൈന തന്നെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് 4 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലും അതുപോലെ തന്നെ പശ്ചിമേഷ്യയുടെയും പരമാധികാരം സംരക്ഷിക്കപ്പെടണമെന്നും ഇപ്പോൾ ചൈന നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാത്രമല്ല ഇറാന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഹോർമുസിന് നേരെയുള്ള ഉപരോധം തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ലംഘനമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇറാനിലെ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ടാൽ ഒരു ഗൾഫിലെ എല്ലാ തുറമുഖങ്ങളെയും ലക്ഷ്യമിടുമെന്നും ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വാഷിംഗ്ടണിൽ നിർണായകമായിട്ടുള്ള ഇസ്രായേൽ ലബനൻ ചർച്ചകൾ നടക്കുകയാണ്. മാത്രമല്ല ഹോർമുസിൽ ഇപ്പോൾ അമേരിക്ക പിടിമുറുക്കി അല്ലെങ്കിൽ ഹോർമുസിന്റെ ഉപരോധം പൂർണ്ണമെന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. അമൃത, മെറിൻ മേരി ചാക്കോയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.